ഹായ് ഓൾ, റീനീറ്റ് എക്സ്റേ ഫിസിക്സ് ചാപ്റ്റർ വൈസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ റീനീറ്റിന് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ചാപ്റ്ററിൽ നിന്ന് ഈ റീനീറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്കേപ്പിംഗ് സ്പീഡുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നോക്കാം. 2 പ്ലാനറ്റുകൾ, അവരുടെ P1 P2 എന്നൊക്കെ പ്ലാനറ്റുകളുടെ നെയിം ഇവിടെ തന്നിട്ടുണ്ട്. 2 പ്ലാനറ്റുകളുടെയും മാസുകൾ ഈക്വൽ ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ പ്ലാനറ്റിൻ്റെ റേഡിയസിന് മാത്രം വ്യത്യാസമുണ്ട്. ആദ്യത്തെ പ്ലാനറ്റിൻ്റെ റേഡിയസിൻ്റെ ഹാഫ് ആയിരുന്നു എന്നാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കണ്ടുപിടിക്കേണ്ടത് എസ്കേപ്പിംഗ് സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. V2 by V1 ആ ഓർഡറിലാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. എസ്കേപ്പിംഗ് സ്പീഡിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. √2gm/r എന്നാണ് എസ്കേപ്പിംഗ് സ്പീഡിൻ്റെ ജനറൽ ഇക്വേഷൻ. അവിടെ ക്യാപിറ്റൽ G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, M എന്ന് പറയുന്നത് പ്ലാനറ്റിൻ്റെ മാസ് എന്നും ദെൻ R എന്ന് പറയുന്നത് റേഡിയസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്ലാനറ്റിൻ്റെ എസ്കേപ്പിംഗ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആദ്യത്തെ പ്ലാനറ്റിൻ്റെ എസ്കേപ്പിംഗ് വെലോസിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ V2 എന്ന് പറയുമ്പോൾ √2gm മാസ് ഐഡന്റിക്കൽ ആണ് അല്ലേ, ഒരുപോലെയാണ്, ഡിവൈഡഡ് ബൈ R2 എന്ന് ആദ്യത്തെ ഇക്വേഷൻ ഇവിടെ എഴുതുവാനായിട്ട് സാധിക്കും. ദെൻ ഫസ്റ്റ് പ്ലാനറ്റിൻ്റെ എസ്കേപ്പിംഗ് സ്പീഡ് V1 that is equal to √2gm divided by R1. ഈ ഓർഡറിന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ V2 by V1 ഇവിടെ ചെയ്യാം. കോമൺ ആയിട്ടുള്ള ടേമുകളെല്ലാം ഇവിടെ ക്യാൻസൽ ആയിപ്പോവും. ആ √2gm അത് ക്യാൻസൽ ആയിപ്പോവും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം √R1 ഡിവൈഡഡ് ബൈ R2 ആണ് V2 by V1 എന്ന് നമുക്കിവിടെ കൊടുക്കുവാനായിട്ട് സാധിക്കും. ദെൻ വൺ മോർ സ്റ്റെപ്പ്, R2ൻ്റെ വാല്യൂ ദാറ്റ് മീൻസ് R1 by 2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V1 by V2 ആ റേഷ്യോ √R1 ഡിവൈഡഡ് ബൈ R1 by 2 എന്ന് കിട്ടും. R1 കോമൺ ആണ്, ക്യാൻസൽ ചെയ്യാം. ദെൻ ഏറ്റവും താഴെയുള്ള 2വിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവന്ന് √2 എന്ന് നമുക്കിവിടെ ആൻസർ കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 2 പ്ലാനറ്റുകളുടെ എസ്കേപ്പിംഗ് സ്പീഡുകളുടെ റേഷ്യോ V2 by V1. ദ ആൻസർ ഈസ് √2 എന്ന് നമുക്കിവിടെ എഴുതുവാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാവിറ്റേഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കെപ്ലേഴ്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്ലാനറ്ററി മോഷൻ്റെ ആ ഒരു ഡെഫിനിഷൻ അതാണ് കെപ്ലേഴ്സിൻ്റെ ലോയിൽ പറയുക. ആ കെപ്ലറിൻ്റെ ലോയിൽ നമ്മുടെ ടൈം പീരീഡും പ്ലാനറ്റുകളുടെ സെമി മേജർ ആക്സിസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ലോ ഓഫ് പീരിയഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ആ സോളാർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ സോളാർ സിസ്റ്റം ടൈം പീരിയഡ് ഓഫ് റവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് ട്രേസിംഗ് എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് R ഈസ് പ്രൊപ്പോർഷണൽ ടു. വളരെ ഈസിയായ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടാമത്തതും ഗ്രാവിറ്റേഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. ആ ടൈം പീരീഡും ആ സർക്കുലർ ഓർബിറ്റൽ റേഡിയസ് ദാറ്റ് മീൻസ് സെമി മേജർ ആക്സിസിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പാണ് നമുക്കവിടെ അറിയേണ്ടത്. ഇത് കെപ്ലറിൻ്റെ മൂന്നാമത്തെ ലോയായ ലോ ഓഫ് പീരിയഡ്സിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇക്വേഷൻ ടൈം പീരീഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ്. ആ സെമി മേജർ ആക്സിസ് പെർഫെക്റ്റ് സർക്കിൾ ആണെങ്കിൽ അവിടെ റേഡിയസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു R³ എന്ന് നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. ആ ടൈം പീരീഡിൻ്റെ സ്ക്വയറിൻ്റെ പ്രൊപ്പോർഷണാലിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് T പ്രൊപ്പോർഷണൽ ടു, നമുക്കതിനെ T പ്രൊപ്പോർഷണൽ ടു R⁻³ എന്ന് അതിനെ എഴുതുവാനായിട്ട് സാധിക്കും. ആ റീനീറ്റിന് ഗ്രാവിറ്റേഷനിൽ നിന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 R⁻³ എന്നാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യനുമായിട്ട്, ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.